ഇപ്പോൾ ശ്രീമതി CS സുജാത ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി CS സുജാത, ഇതാ CITU നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെ വലിയ സമരം കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷേ അതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ SUCIയുടെ നേതൃത്വത്തിൽ ഒരു സമരം സംസ്ഥാന സർക്കാരിനെതിരെ വരുന്നത്. മാധ്യമങ്ങൾ അത് വലിയ തോതിൽ ആഘോഷിക്കുന്നു, പ്രതിപക്ഷം അത് വലിയ തോതിൽ ആഘോഷിക്കുന്നു, ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. പക്ഷേ അതൊരു വഴിതെറ്റിപ്പോയ സമരമല്ലേ? യഥാർത്ഥ വസ്തുതകളെ ആ സമരം അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് പാവപ്പെട്ട ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ള സമരമാണ്. യഥാർത്ഥത്തില് നിങ്ങളിപ്പോ റിപ്പോർട്ട് ചെയ്ത പോലെ ഇന്ന് നടക്കുന്ന CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരം, ഈ ആശാ വർക്കർമാരെ രാജ്യത്താകമാനം സംഘടിപ്പിച്ചത് CITU ആണ് ആദ്യം. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. അന്നാണ് ഈ ആശമാരെ പ്രഖ്യാപിക്കുന്നത് തന്നെ. അന്ന് ഞങ്ങൾ ചോദിച്ചാണ്, അതായത് ആശമാരെ ഇങ്ങനെ നിയോഗിക്കുമ്പോൾ അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കണ്ടേ? അന്ന് പറഞ്ഞത് ഒരു സന്നദ്ധ പ്രവർത്തകരാണ്, അവർക്ക് ഇൻസെന്റീവ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഈ ആശാ പ്രവർത്തകരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി CITU എന്ന വലിയ പ്രസ്ഥാനം ആശമാരെ സംഘടിപ്പിക്കുകയും ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU നിലവിൽ വരികയും ചെയ്തത്. അതിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരങ്ങൾ കേരളത്തില് നടക്കുകയുണ്ടായി, രാജ്യത്ത് നടക്കുകയുണ്ടായി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആശമാരെ അംഗീകരിക്കാൻ തയ്യാറായത്. ഒന്ന് BSന്റെ ഗവൺമെന്റ് കാലത്ത് അന്നാണ് യഥാർത്ഥത്തില് ആശാ വർക്കർമാർക്ക് 300 രൂപ ഓണറേറിയോ 500 രൂപ ഉത്സവ ഭത്തയും കൊടുക്കുന്നത്. ഈ UDFന്റെ കാലത്ത് എന്തെങ്കിലും അവർക്ക് കൊടുത്തിരുന്നു? പിന്നീട് ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു. ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും ആശമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറായി. അവരുടെ വിഷമവും പ്രയാസവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാന്യമായിട്ടുള്ള സഹായം കിട്ടണമെന്ന് ശക്തമായി കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CITU തന്നെയാണ് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം, അവർക്ക് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസെന്റീവ് വർധന ഉണ്ടാകണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള നിവേദനം കേന്ദ്രത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് CITUവും അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റുമാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം. പക്ഷെ കേന്ദ്രം 100 കോടി രൂപ നമുക്ക് കുടിശ്ശികയുണ്ട്. കേന്ദ്രം ഈ പണം തരണമെന്ന് ഈ തിരുവനന്തപുരത്ത് നടത്തുന്ന സമരത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടോ? കോൺഗ്രസും പൈസ അവരുടെ ഭരണകാലത്ത് കൊടുത്തില്ല. ഇപ്പൊ ശ്രീ സുരേഷ് ഗോപി അടക്കം സമരപ്പന്തലിൽ വന്നിട്ട് പോകുമ്പോൾ ആദ്യം അതിൽ ചെയ്യേണ്ടത് അവർ ഈ ആശമാരെ തൊഴിലാളികളെ അംഗീകരിക്കുകയും അവർക്കിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസെന്റീവ് വർധന വരുത്തുകയും വേണ്ട, ഓണറേറിയത്തിലും വർധനവ് വരുത്തണം. പിന്നെ അവരെ തൊഴിലാളിയെ അംഗീകരിച്ച് ഇവരെ സഹായിക്കട്ടെ. അതിനൊരു ചെറിയ സ്റ്റെപ്പ് പോലും എടുക്കാതെ പാവപ്പെട്ട തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സമരം ഇവിടെ നടത്തുന്നത്. അതിന് വേറൊരു ഉദ്ദേശമുണ്ട്, ഈ ഗവൺമെന്റിനെ തകർക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. ഇന്ത്യയിൽ തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു ഗവൺമെന്റിനെ ബോധപൂർവം മോശമാക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങള് സംഘടിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഒരു സമരത്തിന് പിന്തുണ കൊടുക്കുന്നത്. എന്റെ വ്യക്തമായ അഭിപ്രായം, തൊഴിലാളികളൊക്കെ തിരിച്ചപ്പോൾ ഒരുപാട് പേരത് തിരിച്ചറിഞ്ഞ് അവര് ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. തൊഴിലാളികൾക്കറിയാം അവരോടൊപ്പം നിന്നിട്ടുള്ളത് ആരാണെന്നുള്ളത്. നാളത്തേക്ക് അതുങ്ങളെ അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. നമ്മള് ഒരു സമരത്തിനെതിരല്ല, സമരം ചെയ്യുന്നവരോട് എല്ലാ തരത്തിലുള്ള ആദരവും കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയാണ്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി നടക്കുന്നുണ്ട്. അതായത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SUCയുടെ നേതൃത്വത്തിലുള്ള സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസുകാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ആ രാഷ്ട്രീയ സമീപനം അത് ആരെയാണ് വസ്തുതാപരമായി സഹായിക്കുക? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? തീർച്ചയായിട്ടും. INTUC പറഞ്ഞ് ഞങ്ങൾ ഈ സമരത്തിന് എതിരാണെന്ന്. കാരണം INTUCയുടെ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. കാരണം ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമാണ്. SUCയുടെ കയ്യിൽ നിന്ന് സമരം പോയി. കാരണം SUCI പല കാലഘട്ടത്തിലും ഈ രൂപത്തിലുള്ള സമരങ്ങളൊക്കെ അവര് കൊണ്ടുവന്ന ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരുടെ സമരം RSSും കോൺഗ്രസും SDPIയും എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസും RSSും SDPIയും വരുന്നത് തൊഴിലാളിയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ആശമാരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ഗവൺമെന്റിനെതിരെ തൊഴിലാളിയെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തൊഴിലാളി ഒന്നടങ്കം ഈ ഗവൺമെന്റിനെ തിരിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ സഹോദരിമാര് കാര്യങ്ങൾ ബോധ്യപ്പെട്ടവര് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ അടക്കം ഡിമാൻഡ് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CITU ഫൈറ്റ് ചെയ്യുന്നത്. അതായത് കേന്ദ്രമാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത്, കേന്ദ്രമാണ് പണം തരേണ്ടത്. ആ പണം തരാതെ കേന്ദ്രത്തിനെതിരെ ഒരു നല്ല സമരം, ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരം തൊട്ടപ്പുറത്ത് AG's ഓഫീസിന്റെ മുമ്പിലോട്ട് അവർക്ക് മാറ്റാം. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഓഫീസാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസിന്റെ മുമ്പിൽ സമരം ചെയ്യണ്ടേ? കേന്ദ്രമല്ലേ സഹായിക്കണ്ടേ?
ഇത് കേന്ദ്രത്തിന്റെ ഒരു സ്കീമല്ലേ? ആ കേന്ദ്രത്തിന്റെ ഒരു സ്കീം അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീമതി സി എസ് സുജാത, അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആ സമരപ്പന്തലിലെത്തിയ സുരേഷ് ഗോപിയോട് അവർ ചോദിക്കേണ്ടത് നിങ്ങൾ ആ തടഞ്ഞു വെച്ച തുക തരാൻ പറയണം എന്നായിരുന്നു ആദ്യം പറയേണ്ടത്. പക്ഷേ അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപിക്ക് വലിയ കയ്യടി അവിടെ കിട്ടുന്നു. സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, ആരോഗ്യമന്ത്രിക്ക് ആ സമരപ്പന്തലിൽ വലിയ അധിക്ഷേപമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അല്ല, അതൊന്നും ഒരുപാട് കാലം ഓടത്തില്ല. കാരണം തൊഴിലാളിക്ക് കാരണം ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ലാസ്റ്റ് സമയത്ത് ആ ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി എല്ലാവരെയും അണിനിരത്തിയില്ലേ? ഈ മാധ്യമങ്ങൾ ഒരുപാട് ജോലിയെടുത്തു. കോൺഗ്രസും BJPയും എല്ലാം പ്രവർത്തിച്ചു. ഇപ്പോ വീണ്ടും ഒരു തുടർ ഗവൺമെന്റ് കേരളത്തിൽ വരുമെന്ന നല്ല ബോധ്യം അവർക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഈ മാതിരി സമരത്തിന് പാവപ്പെട്ട ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സഹോദരിമാരാണ് അവര്. കാരണം ഈ ആശാപ്രവർത്തകരുടെ അത് സംഘടിപ്പിക്കുന്നതിൽ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകയും ഒരു മഹിളാ പ്രവർത്തകയിലും ഞാൻ നന്നായി ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം അവരെ സംബന്ധിച്ച്. അവരൊന്നും ഒരുപാട് ഇവരൊക്കെ കൈയടിച്ചോണ്ട് എന്നും അവർ പോവില്ല. കാരണം അവരോടൊപ്പം നിൽക്കാൻ ഈ CITയും ഇടതുപക്ഷവും ഈ ഗവൺമെന്റും ഒക്കെ ഉള്ളൂ. കേന്ദ്രം അങ്ങനൊന്നും ചെയ്യില്ല എന്ന് അവർ മനസ്സിലാക്കട്ടെ. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് സ്കീം വർക്കാവുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അവിടെ സമരം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാരും സുരേഷ് ഗോപിയോട് ചോദിക്കേണ്ട അതാണ്. അങ്ങയുടെ ബഡ്ജറ്റിനകത്ത് ഒരു വരി ഞങ്ങളെ കുറിച്ച് പറഞ്ഞോ? അംഗൻവാടി, ആശാ, പാചക തൊഴിലാളികൾ അടക്കമുള്ള ടീം വർക്കർമാരായിട്ടുള്ള സഹോദരിമാർ ഈ രാജ്യത്തെ നന്നായി സഹായിക്കുന്നു. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓണർ നേരത്തിൽ ഞങ്ങൾ 100 രൂപ കൂട്ടിയിരിക്കുന്നത് ഇവരുടെ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഇല്ലല്ലോ. അതാണ് കേന്ദ്രത്തിന്റെ നയം. അപ്പൊ അത് മറച്ചു വെച്ചുകൊണ്ട് ആ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ, തൊഴിലാളിയെ ബോധ്യപ്പെടുത്തുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല. പക്ഷെ തൊഴിലാളി താൽക്കാലികമായി അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. അത് സ്ഥായിയായി അങ്ങനെ നിലനിൽക്കുന്നത് ഞാൻ കരുതുന്നില്ല. കാരണം തൊഴിലാളിക്ക് അറിയാം അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ഏതാണ്. ഈ ഗവൺമെന്റിനെ തകർക്കാനൊന്നും ഇവിടുത്തെ തൊഴിലാളികൾ തയ്യാറാവില്ല. തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് ദിവസം അവരെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവരുടെ കൂടി ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുന്നത്. പാർലമെന്റിന് മാർച്ച് മാസം 28-ാം തീയതി പാർലമെന്റിന്റെ മുമ്പിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സമരത്തിന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU തയ്യാറെടുക്കുന്നത്. അത് കേന്ദ്രത്തിനെതിരെ തന്നെയാണ് ശക്തമായിട്ടുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവര് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ വേതനത്തിൽ വർധനമുണ്ടാവണം. ആ വർധനവ് കൊടുക്കാൻ ഒന്നാമത് അങ്ങനെ നിലപാടെടുക്കേണ്ടത് കേന്ദ്രമാണ്. കാരണം ഇത് കേന്ദ്രത്തിന്റെ സ്കീമാണ്. അത് സംസ്ഥാനത്തിന് ഇവരെ തൊഴിലാളിയായി അംഗീകരിച്ച് 21,000 രൂപയും ഇവരുടെ വേതന വ്യവസ്ഥകളും കൊടുക്കാൻ കഴിയില്ല. സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നു. കുറച്ചും കൂടി സ്റ്റേറ്റ് ചെയ്യണമെന്ന് ഉള്ള തൊഴിലാളികളുടെ ആഗ്രഹത്തെ ഒന്നും ആരും നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷെ കേന്ദ്രം തരുന്നുണ്ടോ നമ്മുടെ സ്റ്റേറ്റിന്? നമുക്ക് അർഹതപ്പെട്ട വിഹിതം ഒരു ഭാഗത്ത് വെട്ടിക്കുറച്ച് കേരളത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. അതിന്റെ എല്ലാം വിഷമം ഇവിടുത്തെ മനുഷ്യർ അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരായിട്ട് സമരമാണ് ഒറ്റക്കെട്ടായി നമ്മൾ നടത്തേണ്ടത്. അത് എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ നടത്തുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്ക് യു ശ്രീമതി സി എസ് സുജാത നമ്മളോട് സംസാരിച്ചതിന്.